അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മളെ കോഴിക്കോട് ഭാഗത്തൊക്കെ സൽക്കാരങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന മുട്ടമാലയുടെയും മുട്ടസുർക്കയുടെയും പെർഫെക്റ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ രണ്ട് റെസിപ്പീസും നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ട ഉടനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വളരെ കുറഞ്ഞ അളവിലാണ് ചെയ്തെടുക്കുന്നത്. ഒരു 10 കോഴിമുട്ട വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കുന്ന ആ ടൈമിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഞാനിതിൽ പറയുന്ന ഓരോ സ്റ്റെപ്പും ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണാണ്, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കാം. എങ്കിലും മാത്രമേ ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ വീഡിയോസൊക്കെ എത്തുള്ളൂ. അപ്പോൾ ഈ ഒരു റെസിപ്പീസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കോഴിമുട്ടയാണ്. ഞാനിവിടെ 11 എണ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾ 10 കോഴിമുട്ട വെച്ച് ചെയ്യുകയാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ ചെയ്താൽ മതി, ഈ ഒരു അളവിൽ തന്നെ ചെയ്താൽ മതി കേട്ടോ. അതിലൊന്ന് ഞാൻ എടുത്തിട്ടുള്ളത് താറാവിൻ്റെതാണ്. അപ്പോൾ നിങ്ങൾ താറാവിൻ്റെ കോഴിമുട്ട കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നാടൻ കോഴിമുട്ട ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഈ മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് 2 ബൗളും ഒരു സ്ട്രെയിനറും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ താറാവിൻ്റെത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ആ ഒരു കോഴിമുട്ട ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇങ്ങനെ വേർതിരിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് വേർതിരിച്ചെടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ടൂളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് വേർതിരിച്ചെടുക്കാം കേട്ടോ. പക്ഷേ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, ഈസി ആയിട്ട് കിട്ടുക. ഒരു പണിയില്ല കേട്ടോ, എളുപ്പത്തിൽ തന്നെ കഴിയും. വൈറ്റ് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക, അതുപോലെ യെല്ലോ നമ്മൾ ആ സ്ട്രെയിനറിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ മൊത്തമായിട്ടും ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവസാനമായിട്ട് ചേർക്കുന്നത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന താറാവിൻ്റെതാണ് കേട്ടോ. അപ്പോൾ താറാവിൻ്റെത് നമ്മൾ ഡയറക്റ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കരുത്. അത് വേറൊരു ബൗൾ വെച്ചിട്ട് അതിലോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അതെന്താ അങ്ങനെ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് താറാവിൻ്റെ മുട്ട പെട്ടെന്ന് തന്നെ കേട് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. ചൂടൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ ഒരു ബ്ലഡിൻ്റെ ഒരു കളറൊക്കെ കാണും. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇതിലോട്ട് ചേർക്കുകയാണെങ്കിൽ നമ്മൾ ആക്കി വെച്ചതും കൂടെ കേടായി പോകും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ വേറൊരു ബൗളിലോട്ട് ഒഴിച്ച് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം, മറ്റേതൊന്നും കേടാവുകയും ചെയ്യില്ല. പിന്നെ ഈ ഒരു താറാവിൻ്റെതാണെങ്കിലും നാടനാണെങ്കിലും ചേർക്കുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു കളർ കിട്ടും കേട്ടോ. നമ്മുടെ മാലയ്ക്ക് നല്ലൊരു കളറ് കിട്ടും. അത് മാത്രമല്ല മാല പൊട്ടി പോവാണ്ട് നല്ല വലുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് താറാവിൻ്റെ മുട്ട ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ മുട്ടമാലയൊക്കെ ഉണ്ടാക്കാൻ 10 കോഴിമുട്ട വെച്ച് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ ഒരു മുട്ട നാടനോ അല്ലെങ്കിൽ താറാവിൻ്റെതോ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഈ മുട്ടയുടെ മഞ്ഞയുടെ സ്കിന്നൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ സ്ട്രെയിനറിൽ വെച്ച് അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊരു ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ അതിനായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കൂലേ ഒരു 10 രൂപയുടെ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അങ്ങനെയുള്ള ഒരു ബോട്ടിലാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 10 കോഴിമുട്ടയ്ക്ക് ആ ഒരു 10 രൂപയുടെ ബോട്ടിൽ തന്നെ കറക്റ്റാണ്. ഇത് നമ്മൾ മാവ് വാങ്ങിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ ആ ഒരു ടോപ്പിന് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. പപ്പടക്കൊള്ളി വെച്ചിട്ട് ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മുട്ടയുടെ മഞ്ഞ മൊത്തമായിട്ടും ഈ ഒരു ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത് കറക്റ്റാണ് കേട്ടോ. ആ ഒരു 10 മുട്ടയ്ക്ക് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മാല ഉണ്ടാക്കാൻ വേണ്ടി പോവാം. അപ്പം നമ്മൾ ഏത് പാത്രത്തിലാണോ മാല ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രത്തിലോട്ട് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 10 മുട്ടയ്ക്ക് 1 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ. ഇനി നിങ്ങൾ 20 മുട്ടയൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പം അതിലോട്ട് ഒരു നുള്ളി ഏലക്ക പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക. ഏലക്ക പൗഡർ നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുമ്പം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. അപ്പം ഞാനിവിടെ 1/4 ടീസ്പൂൺ ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഏലക്ക ചതച്ചതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഈ ഒരു വെള്ളത്തിലോട്ട് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചു വേണം കേട്ടോ ഈ ഒരു പഞ്ചസാരയിലോട്ട് ചേർത്ത് കൊടുക്കാൻ. നമ്മൾ അരിപ്പ വെക്കാണ്ട് ഡയറക്റ്റ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പം ആ ഒരു ഏലക്കൻ്റെ പൊടി അതിലുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ അരിച്ചു കൊടുക്കുകയാണെങ്കിൽ മാല നല്ല വൃത്തിക്ക് കിട്ടും ചെയ്യും, അതിൽ വേറെ പൊടികളൊന്നും കാണത്തുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അരിച്ചിട്ട് ആ ഒരു പൊടിയൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാക്കിയെടുക്കുക. അപ്പം നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഈ പാത്രം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുന്ന ടൈമിൽ ഇത് പെട്ടെന്ന് തന്നെ ഈ പഞ്ചസാരയൊക്കെ നല്ല രീതിക്ക് മെൽറ്റായി കിട്ടും. എന്നിട്ട് നല്ല രീതിക്ക് തന്നെ തിളച്ച് വരും കേട്ടോ. ഇനിയിപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് പച്ച വെള്ളം എടുത്തിട്ട് അതിൻ്റെ സൈഡിലൊന്ന് മാറ്റി വെക്കുക. അതെന്തിനാന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഷുഗർ സിറപ്പൊക്കെ നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ.
അപ്പോൾ ഇതാ ഷുഗർ സിറപ്പൊക്കെ നല്ല രീതിക്ക് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു പത വരുന്ന രീതിയിൽ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ സൈഡ് കുറച്ച് പൊങ്ങിയിട്ടുള്ള പ്ലേറ്റ് വേണം നമുക്ക് മാല ഇട്ട് വെക്കാനായിട്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ മാല അതിലോട്ട് ഇടുന്ന ആ ഒരു ടൈമിൽ അതിലുള്ള വെള്ളമൊക്കെ അതിൻ്റെ ആ ഒരു സെൻറ്ററിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ പ്ലേറ്റ് എടുക്കുന്ന സമയത്ത് ഇതുപോലുള്ള പ്ലേറ്റ് എടുക്കാൻ വേണ്ടി നോക്കുക. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന പ്ലേറ്റ് മാല ഇട്ടതിന് ശേഷം ഒന്ന് ചരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അതിലുള്ള എക്സ്ട്രാ വരുന്ന ആ ഒരു ഷുഗർ സിറപ്പൊക്കെ താഴോട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ മാല ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ പതഞ്ഞ് വരൂലേ അതിൻ്റെ മുകളിലോട്ട് ഡയറക്റ്റ് റൗണ്ടിൽ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ നമ്മളെടുക്കുന്ന ആ ഒരു ബോട്ടിൽ ഒരുപാട് പൊക്കി വെച്ചിട്ടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. നല്ല രീതിക്ക് തന്നെ താത്തിയിട്ട് ഞാനിതിൽ കാണിക്കുന്ന പോലെ താഴ്ത്തി വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. നമ്മളിങ്ങനെ പൊക്കി വെച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ മാല പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളത്തിലോട്ട് കറക്റ്റായിട്ട് താഴ്ത്തി വെച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ മാല ഒട്ടും തന്നെ പൊട്ടാണ്ട് തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഇത് കുക്ക് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് വെറും 10 സെക്കൻഡാണ് കേട്ടോ. 10 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് മാല കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ 10 സെക്കൻഡിൽ കൂടുതൽ ടൈം വെക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് 10 സെക്കൻഡ് ആകുമ്പോൾ തന്നെ ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കുമ്പം പലർക്കും കുക്കിങ്ങിൻ്റെ ടൈമിലൊക്കെ ചെറിയ ഡൗട്ടൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. മാല ഇങ്ങനെ ചുറ്റിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പം തന്നെ ആ ഒരു കളറൊക്കെ ചേഞ്ച് ആയി കഴിയും കേട്ടോ. എന്നിട്ട് അത് മൊത്തം ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങി വരും. ആ ഒരു ടൈമിൽ നിങ്ങളുടെ കയ്യിൽ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ ആ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് സെൻറ്ററിലോട്ടാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ സ്റ്റിക്ക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഈർക്കിലി ഉണ്ടാവില്ലേ, ഈർക്കിലി നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സെൻറ്ററിലോട്ടാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പക്കോരി എടുത്തിട്ട് അതിലോട്ടൊന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലുള്ള വെള്ളം കംപ്ലീറ്റ് പോയതിന് ശേഷം നമുക്കത് പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യമൊക്കെ നമ്മൾ മാല ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് കുക്കായി കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നതിൻ്റെ മുന്നായിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ പ്ലേറ്റിലോട്ട് ആക്കിയ ശേഷം കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുക്കണം. എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ഈ പറയുന്ന ട്രിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ. നമ്മൾ 2 തവണ മാല ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു ഷുഗർ സിറപ്പ് ഒന്ന് കട്ടിയായി വരും കേട്ടോ. ആ ഒരു കട്ടിയായി വരുന്ന സമയത്ത് പിന്നെയും ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് തിളപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഷുഗർ സിറപ്പ് പിന്നെയും കുറച്ച് ലൂസായി കിട്ടും. എന്നിട്ട് വീണ്ടും ഒന്ന് മാല 2 തവണയും കൂടെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ നമ്മൾ വെള്ളം കുടഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് മാല കറക്റ്റായി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഉണ്ടാക്കുന്ന ടൈമിലും ഈ ഒരു രീതി ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ നമ്മൾ മുട്ടമാല റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അളവെന്ന് പറയുന്നത് 7 പേർക്ക് കഴിക്കാം കേട്ടോ. നിങ്ങൾ പാർട്ടിയിലേക്കൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു 10-20 മുട്ടയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ 14 പേർക്കൊക്കെ കഴിക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മാല ഒട്ടും തന്നെ പൊട്ടാണ്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു ഫോർക്കൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കുക കേട്ടോ. അത് ചൂടാറുന്നതിൻ്റെ മുന്നേ ഒന്ന് വിടർത്തി കൊടുക്കുക. അതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗം ഒഴിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. അതിലുള്ള എക്സ്ട്രാ വെള്ളമൊക്കെ സെൻറ്ററിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പം ഇതൊന്ന് ചൂടാറി വരുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് ആ വൈറ്റ് വെച്ചിട്ട് മുട്ട സുർക്കയും കൂടെ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ മാല ഉണ്ടാക്കിയതിൻ്റെ ബാക്കി വരുന്ന ഷുഗർ സിറപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷുഗർ സിറപ്പ് വെച്ചിട്ടാണ് നമ്മൾ മുട്ട സുർക്ക ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. എക്സ്ട്രാ നമ്മൾ പഞ്ചസാരയൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ ഇതൊരു ബൗളിലോട്ട് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് മധുരം കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിത് മാത്രം വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പാൽപ്പൊടി എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടാവും പാൽപ്പൊടിക്ക് പകരം പാല് ചേർത്താലോ എന്ന്. പക്ഷേ പാല് ചേർക്കരുത് കേട്ടോ. പാല് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മുട്ട സുർക്ക കുറച്ചുകൂടി സോഫ്റ്റായി പോകും. ഇനിയിപ്പോൾ ഇതിലോട്ട് നമ്മൾ പാൽപ്പൊടി എടുത്തിട്ടുള്ള സെയിം അളവിൽ തന്നെ മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിക്ക് 1 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതിൽ മൈദ ചേർത്ത് കൊടുക്കുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്യുമ്പം ആ ഒരു കറക്റ്റ് ലെവലിൽ നമുക്ക് കിട്ടും കേട്ടോ. അത് പൊട്ടിപ്പോവില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൈദ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയുക. പക്ഷേ നമ്മളൊരു ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ മൈദ ചേർക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മളിതിൽ വാനില എസൻസ് ചേർക്കുമ്പം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അതല്ല ഇനിയിപ്പോൾ വാനില എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഏലക്കായ പൗഡറോ അല്ലെങ്കിൽ ഏലക്ക ചതച്ചതോ ചേർത്ത് കൊടുക്കുക. ഇനി അത് രണ്ടും കൂടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നല്ല രീതിക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഞാനിത് വീഡിയോ എടുക്കാനുള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ 2 പാത്രത്തിൽ സെപ്പറേറ്റ് കാണിച്ചു തന്നത്. നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു അളവൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുന്ന സമയത്ത് ഷുഗർ സിറപ്പും അതുപോലെ ആ ഒരു എഗ് വൈറ്റും ഒക്കെ ഡയറക്റ്റ് മിക്സ്
മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം നിങ്ങൾ ഏത് പാത്രത്തിലാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത് ആ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുക. അപ്പം നമ്മളിങ്ങനെ ഓയിൽ തടവി കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ഒരു പാത്രം വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ സ്റ്റീൽ പ്ലേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ചെയ്യുക. അല്ലെങ്കിൽ വീട്ടിൽ ചോറ്റുപാത്രമോ അല്ലെങ്കിൽ ബൗളൊക്കെ ഉണ്ടാവില്ല സ്റ്റീലിൻ്റെ, അതിലൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് സ്റ്റീം ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് നമ്മൾ ഏത് പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ഏലക്കയൊക്കെ ചേർക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു സ്ട്രെയിനർ വെച്ചിട്ട് അതിലോട്ട് ഒഴിച്ചിട്ട് വേണം പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഏലക്കായുടെ സീഡും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു സ്കിന്നൊക്കെ നമുക്ക് ഈ ഒരു സ്ട്രെയിനറിൽ കിട്ടും. ഇനിയിപ്പോൾ അതല്ല, ഞാനിതിൽ കാണിക്കുന്ന പോലെ വാനില എസൻസ് വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്ട്രെയിനറിൻ്റെ ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് ആ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അടുത്തതായിട്ട് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പാത്രം തന്നെയാണ്. അപ്പോൾ ഇതുപോലെ അടപ്പുള്ള പാത്രമാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പാത്രത്തിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റീം ചെയ്തെടുക്കുക. അപ്പോൾ ഒരുപാട് വെള്ളം വെച്ച് തിളപ്പിക്കൊന്നും വേണ്ട, ദാ ഇത്രയും വെള്ളം വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ വെള്ളം നന്നായി തിളച്ച് കഴിഞ്ഞാൽ നടുവിൽ ഇതുപോലൊരു റൗണ്ട് വെച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സും കൂടെ വെച്ച് കൊടുക്കുക. കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല രീതിക്ക് ഇത് സ്റ്റീമായി കിട്ടും. ഒരുപാട് ടൈമിൻ്റെ ആവശ്യമൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇത് ഉണ്ടാക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഈ ഒരു പാത്രത്തിൻ്റെ ഉള്ളിലോട്ട് വെള്ളം കയറരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പോട്ടോ അല്ലെങ്കിൽ ചട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടും നിങ്ങൾക്ക് ഇതേ രീതിയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നല്ല രീതിക്ക് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. കുക്കായി വന്നോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് ഒന്ന് നോക്കി നോക്കും കേട്ടോ. അതിൻ്റെ സെൻറ്ററിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കയ്യിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് പുറത്തോട്ട് എടുത്തിട്ട് ഞാനിപ്പോൾ ഇതിൽ കാണിച്ച പോലെ അതിൻ്റെ ആ ഒരു സൈഡൊക്കെ ഒന്ന് അടർത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് 2 സൈഡും ഒന്ന് തട്ടിയ ശേഷം നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഡീമോൾഡായി കിട്ടും കേട്ടോ. നിങ്ങൾ കണ്ടല്ലോ, ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ പൊട്ടിപ്പോവുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ചൂടോട് കൂടെ തന്നെയാണ് ഞാനിത് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു മുട്ടസുറുക്ക കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഷേപ്പുള്ള പാത്രത്തിൽ വെച്ചിട്ടും ഇത് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു പാത്രത്തിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ച് പോവുക അല്ലെങ്കിൽ പൊട്ടിപ്പോവുക ഒന്നും ആയിട്ടില്ല. നല്ല രീതിക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങളിത് സ്റ്റീം ചെയ്തെടുക്കുമ്പം കറക്റ്റ് ആ ഒരു 20 മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ആ ഒരു ടൈം കൊണ്ട് തന്നെ മാലയൊക്കെ നല്ല രീതിക്ക് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, കറക്റ്റ് നമ്മൾ എന്താ പറയുക നൂല് പോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒട്ടും തന്നെ പൊടിഞ്ഞു പോവേ പൊട്ടിപ്പോവോ ഒന്നുമില്ല, നല്ല വലിപ്പത്തിൽ തന്നെ നമുക്ക് മാല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമൊക്കെ ഉണ്ടാക്കാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രീതി തന്നെ ഫോളോ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ 100% പറയാണ്, ഒരിക്കലും ഫ്ലോപ്പായി പോവില്ല. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ 10 മുട്ടൊക്കെ വെച്ച് ചെയ്യാനൊരു പേടിയൊക്കെ ഉണ്ടെങ്കിൽ 5 മുട്ടൊക്കെ വെച്ച് ചെയ്ത് നോക്കാം. എന്തായാലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. പിന്നെ ഇതാ ഈ മുട്ടസുറുക്ക കട്ട് ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ ഇത് എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളതെന്ന്. ഈ വായിലിട്ടാലൊക്കെ അലിഞ്ഞു പോകുമെന്ന് പറയില്ല, അത്രയ്ക്ക് സോഫ്റ്റാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇത് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ പലരും ചെറിയ ബൗളിലൊക്കെ ഇത് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ സ്റ്റീം ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഞാൻ ഒരുപാട് സൽക്കാരങ്ങളിൽ ഇതിൽ കളർ മിക്സ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിത് ബ്ലെൻഡ് ചെയ്തെടുക്കില്ല മിക്സിയുടെ ജാറിലിട്ട്. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത്, ഇനിയിപ്പോൾ പിസ്ത കളറാണെങ്കിൽ പിസ്തയുടെ എസൻസ് ചേർത്ത് കൊടുക്കുക. അതല്ല സ്ട്രോബെറിയുടെ ആ ഒരു കളറാണ്, റെഡ് കളറാണ്, അപ്പോൾ ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു കളർ ചേർത്തിട്ട് നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു മുട്ടസുറുക്ക നിങ്ങൾക്ക് എന്താ പറയുക ആ ഒരു നിങ്ങൾ വിചാരിച്ച കളർ കിട്ടും. പക്ഷെ ഞാനിതിൽ കളറൊന്നും ചേർത്തിട്ടില്ല. കളർ ചേർക്കാണ്ട് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഏത് ട്രേയിലാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത് ആ ഒരു ട്രേയിലോട്ട് ഇത് വെച്ച് കൊടുക്കുക. ആദ്യം നമ്മൾ മുട്ടമാല വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മുട്ടസുറുക്കയും കൂടെ വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലോട്ട് ചെറീസൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളൊരു പാർട്ടിക്കൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെറിയൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ. ഇനിയിപ്പോൾ അതല്ല ചെറിയ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു അനാറ് വാങ്ങിയിട്ട് അതിനുള്ളിലുള്ള ആ ഒരു ഫ്രൂട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച്
വിതറി കൊടുക്കുക. എങ്കിലും നല്ല രസമായിരിക്കും കാണാനും കഴിക്കാനും. ഞാൻ ഇതിന് മുന്നേ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ലോങ് വീഡിയോ കാണാൻ ടൈമില്ലെങ്കിൽ ആ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കാം. എന്തായാലും നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു വ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.